morning students. Today we are going to discuss about multiple alleles. Multiple alleles are three or more alternate forms of a gene that can occupy the same locus. ലോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പെസിഫിക് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്, ഒരു ക്രോമസോമിലെ സ്പെസിഫിക് ഫിക്സ്ഡ് പൊസിഷനാണ്. അവിടെ ആയിരിക്കും ഒരു ജീൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ അലീൽസ് ഉണ്ടാകുന്നത് റാൻഡം മ്യൂട്ടേഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീനിനുള്ളിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ ഇരിക്കുന്ന സംഭവമാണ് മൾട്ടിപ്പിൾ അലീൽ എന്ന് പറഞ്ഞു. ദർ ആർ 3 or more അലീൽസ്. ഓക്കെ, 3 അതിൽ കൂടുതൽ അലീൽസ് ഉണ്ടാവാം. ചില ഇൻഡിവിജ്വൽ ജീൻസിൽ ഉണ്ടാകുന്നത് 2 അലീലായിരിക്കും. ജീനോടൈപ്പിൽ 2 അലീലേ ഉണ്ടാകത്തുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ അങ്ങനെ എക്സാമ്പിൾസൊക്കെ. ഇപ്പം വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ വഴി ഒരു അലീൽ, അമ്മയുടെ വഴി ഒരു അലീൽ, അങ്ങനെ 2 അലീൽസ് ഉണ്ടാവുകയുള്ളൂ. ഇനി ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ പുറമേ നോക്കുമ്പം ഫീനോടൈപ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ ഫീനോടൈപ്പ് ആയിരിക്കും, പക്ഷേ പല വേരിയേഷൻസിൽ ജീനോടൈപ്സ് വരാം. മോർ പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്സ് ഉണ്ടാവും ചില ഫീനോടൈപ്സിന്. ഓക്കെ, അതിനാണ് മൾട്ടിപ്പിൾ അലീൽ എന്ന് തന്നെ വിളിക്കുന്നത്. ആൻഡ് അത് കാണിക്കാൻ വേണ്ടി നമുക്കൊരു റാബിറ്റിൻ്റെ കളറിൻ്റെ കേസ് എടുക്കാം. ഓക്കെ, ഇങ്ങനെയൊരു റാബിറ്റിൻ്റെ കോട്ടിൻ്റെ കളർ എടുക്കുമ്പോൾ 4 പോസിബിൾ അലീൽസ് ഉണ്ടാവും. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ സി ഉണ്ടാവും, ലോവർ കേസ് CCH ഉണ്ടാവും, ലോവർ കേസ് CH ഉണ്ടാവും, ആൻഡ് ലോവർ കേസ് C ഉണ്ടാവും. ഇങ്ങനെ 4 എണ്ണമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഹ്യൂമൻസിൻ്റെ കേസിലും പ്ലാന്റ്സിൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞു സാധാരണ ജനുവലി 2 അലീൽസ് ഒക്കെ ആയിരിക്കും, പക്ഷേ ഇവിടെ ഇൻസ്റ്റഡ് 4 എണ്ണം ആയിരിക്കും. ഓക്കെ, അതിവിടെ ഇരിക്കട്ടെ. ഇനി 5 പോസിബിൾ കളർ കോമ്പിനേഷൻ ഉണ്ട് ഒരു റാബിറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ഡാർക്ക് ഗ്രേ, ഒന്ന് ചിൻചില്ല, 3 ലൈറ്റ് ഗ്രേ, പിന്നെ ഹിമാലയൻ ആൻഡ് ആൽബിനോ. ഇങ്ങനെ 5 പോസിബിൾ കളർ ഉണ്ടാവും. ഓക്കെ, ഡാർക്ക് ഗ്രേ റാബിറ്റിന് പേര് പോലെ തന്നെ ഡാർക്കായിട്ടുള്ളൊരു കൂട്ടായിരിക്കും. ചിൻചില്ലയ്ക്ക് കുറച്ചുകൂടെ മിക്സ് ആയിരിക്കും, ഒരു ഡാർക്കിൻ്റെയും ലൈറ്റിൻ്റെയും മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിൽ അവർക്ക് ഗ്രേയിഷ് ലൈറ്റ് ആയിരിക്കും. ഓക്കെ, ഗ്രേയിഷ് കളറായിരിക്കും. ലൈറ്റ് ഗ്രേ റാബിറ്റിന് ലൈറ്റർ ആയിരിക്കും. പിന്നെ ഹിമാലയൻ റാബിറ്റിന് കുറച്ചുകൂടെ വൈറ്റ് ബോഡി ആയിരിക്കും. ആൽബിനോ വരുമ്പോഴത്തേക്കും പ്യുവർ വൈറ്റ് കോട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡോമിനൻസ് ഹൈറാർക്കി നോക്കാം. ഓക്കെ, ഇതിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്നത് ഏതാണ്, ഏറ്റവും കുറവ് ഏതാണ്? ബേസിക്കലി ഡാർക്ക് ഗ്രേ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഡോമിനൻ്റ് ഓവർ ഓൾ ദി അതേഴ്സ്. ഓക്കെ, ഡാർക്ക് ഗ്രേ. പിന്നെ ചിൻചില്ല കുറച്ചുകൂടെ, അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നതാണ്. ഹിമാലയൻ റാബിറ്റും അതുപോലെ ആൽബിനോ റാബിറ്റിനെ റിഗാർഡ് ചെയ്തിട്ട് ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നതാണ് ചിൻചില്ല എന്ന് പറയുന്നത്. അതായത് രണ്ടിൻ്റെ ഒരു മിക്സ്ചർ. പിന്നെ ഹിമാലയൻ എന്ന് പറയുന്നത് ആൽബിനോയിൻ്റെ മുകളിൽ ഡോമിനൻ്റ് ആയിരിക്കും. അതുപോലെ ആൽബിനോ ആയിരിക്കും ഏറ്റവും റിസസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഏതാണ് ഏറ്റവും ഡോമിനൻ്റ്, ഏറ്റവും കുറവ് ഡോമിനൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പം ക്യാപിറ്റൽ C ഈസ് ഗ്രേറ്റർ ദാൻ ലോവർ കേസ് CH. അപ്പം CCHൻ്റെ അങ്ങോട്ട് CCH ഇസ് ഗ്രേറ്റർ ദാൻ ലോവർ കേസ് CH ആൻഡ് ലോവർ കേസ് CH ഇസ് ഗ്രേറ്റർ ദാൻ ലോവർ കേസ് C. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്യിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ C ആണ്. അതായിരിക്കും ഡാർക്ക് കളർ തരുന്നത്. ഓക്കെ, അപ്പം കുറയും തോറും അത് ലൈറ്റർ ആവുന്നു. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ പോസിബിൾ ജീനോ ടൈപ്സ് കിട്ടും, ഈ 5 കളറിൽ നിന്നും എന്തൊക്കെ ടൈപ്സ് ജീനോ ടൈപ്പ് നമ്മൾ പറഞ്ഞു ജീനോടൈപ്പിക് റേഷ്യോ കണ്ടുപിടിക്കാം. അത് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, 5 ഫീനോടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അതാണ് അതിൻ്റെ കളർ. ഫീനോടൈപ്സ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന സംഭവമാണ്, അത് അതിൻ്റെ കളർ. അപ്പോൾ ഇതിലെന്തൊക്കെ പോസിബിൾ ജീനോടൈപ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡാർക്ക് ഗ്രേ റാബിറ്റിൻ്റെ കേസിൽ ഫോളോയിങ് ജീനോടൈപ്സ് ഉണ്ടാവാം. ക്യാപിറ്റൽ CC ഉണ്ടാവാം, ക്യാപിറ്റൽ C ലോവർ കേസ് CCH ഉണ്ടാവാം, ക്യാപിറ്റൽ ലെറ്റർ C, അതുപോലെ ലോവർ കേസ് CCH, പിന്നെ CC. ഇതിങ്ങനെ പല കോമ്പിനേഷൻസ് ഉണ്ടാവും. ഇതിനെല്ലാത്തിനും നമുക്ക് നോക്കിയാൽ കാണാം ഒരു കോമൺ കാര്യമുണ്ട്. അതെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ C ആയിരിക്കും. C എന്ന് പറഞ്ഞാൽ അലിയിൽ
ഉണ്ടാവും ക്യാപിറ്റലായിട്ട്. ആൻഡ് ഈ ക്യാപിറ്റൽ ലെറ്റർ സംഭവമാണ് അല്ലെങ്കിൽ അലീലാണ് പിന്നെ ഡാർക്ക് ഗ്രേ ഫീനോടൈപ്പ് അതിന് സഹായിക്കുന്നത്. അപ്പം മനസ്സിലായി, ക്യാപിറ്റൽ സി ഉണ്ടെങ്കിൽ അതിൽ ഡാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചിഞ്ചില്ല റാബിറ്റിന് വരുന്ന ജീനോടൈപ്പ് എന്ന് പറയുന്നത് ലോവർ കേസ് സി സി എച്ചും ആൻഡ് ലോവർ കേസ് സി സി എച്ചും ആണ്. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഒരു ചിഞ്ചില്ല റാബിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 ലോവർ കേസ് സി എച്ച് അലീൽസ് ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞു ചിഞ്ചില്ല റാബിറ്റ്സ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നിന്ന് ഉണ്ടാകുന്നത്, അതായത് ഹിമാലയൻ ആൽബിനോ റാബിറ്റ്സിൻ്റെ ഒരു മിക്സായിട്ട്. അപ്പം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അപ്പം ഒരു വേരിയേഷൻ കളറിലുണ്ടാവും, രണ്ടിൻ്റെ മിക്സ് ആവാം. അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മളൊരു ചിഞ്ചില്ല റാബിറ്റിനെ ഒരു ഹിമാലയൻ റാബിറ്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റ് ഗ്രേ ഫീനോടൈപ്പാണ് കിട്ടുക. ഓക്കെ, അതുപോലെ ചിഞ്ചില്ല റാബിറ്റിനെ ആൽബിനോ റാബിറ്റുമായിട്ടും ക്രോസ് ചെയ്യുമ്പോഴും ലൈറ്റ് ഗ്രേ ഫീനോടൈപ്പ് തന്നെ കിട്ടും. ഓക്കെ, ഇതിൻ്റെ പോസിബിലിറ്റീസാണ്. അതിപ്പോൾ കളറിൻ്റെ കേസിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം ലൈറ്റ് ഗ്രേ എന്ന് പറയുന്ന ഫീനോടൈപ്സിന് ലോവർ കേസ് സി സി എച്ചും ലോവർ കേസ് സി എച്ചും ആണ് പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ലോവർ കേസ് സി സി എച്ചും ലോവർ സിയും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രേ ലൈറ്റ് ഗ്രേ കളറായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് ലോവർ കേസ് സി എച്ചും സി സി എച്ചും അതുപോലെ ലോവർ കേസ് സി എച്ചും അല്ലെങ്കിൽ ലോവർ കേസ് സിയോ ഒക്കെ കിട്ടിയാൽ നമുക്ക് ഈ ഒരു ഫീനോടൈപ്പ് കിട്ടും, ലൈറ്റ് ഗ്രേ കളർ ഫീനോടൈപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ സി ആകുമ്പോൾ ഡാർക്ക് ഗ്രേൻ്റെ കോമ്പിനേഷൻ. ഇനി നമ്മൾ ഹിമാലയൻ റാബിറ്റ്സിൻ്റെ കേസ് നോക്കാം. അതിൽ ഫോളോവിങ് ജീനോടൈപ്സ് ആയിരിക്കും: സ്മോൾ കേസ് സി എച്ച് അതുപോലെ സ്മോൾ കേസ് സി എച്ച് സി. ഓക്കെ, ആൻഡ് നിങ്ങൾ ഓർക്കേണ്ടത് ആൽബിനോ റാബിറ്റും റിസസീവാണ്. അപ്പം ആൽബിറ്റ് റിസസീവ് ആയതുകൊണ്ട് ഒരു പോസിബിൾ ജീനോടൈപ്പേ ഉണ്ടാവുള്ളൂ, ലോവർ കേസ് സി സി, അത് മാത്രമേ ഉണ്ടാവൂ. ഈ എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മൾട്ടിപ്പിൾ അലീനിൻ്റെ കോമ്പിനേഷൻസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ടെക്നിക്കലി എങ്ങനെയാണ് അതിനെ പറയാൻ പറ്റുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. സ്പെസിഫിക്കലി എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റാബിറ്റിൻ്റെ കളറിൻ്റെ കേസിലാണ് നമ്മൾ നോക്കിയത്. അപ്പം ഇത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ സോൾവ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദി ഓഫ് സ്പ്രിങ് ഓഫ് ക്രോസ് ബിറ്റ്വീൻ എ ഡാർക്ക് ഗ്രേ റാബിറ്റ് ആൻഡ് ലൈറ്റ് ഗ്രേ റാബിറ്റ്? ഈ ഡാർക്ക് ഗ്രേസ് ജീനോടൈപ്പ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ സി, ലോവർ കേസ് സി സി എച്ച്, ആൻഡ് ലൈറ്റ് ഗ്രേസ് ജീനോടൈപ്പ് ഇസ് ലോവർ കേസ് സി സി എച്ച് and lowercase ch. So you should complete the cross and determine the genotypic and phenotypic ratio. ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കണ്ടല്ലോ, ഈ കോമ്പിനേഷൻ നോക്കിയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക, മിക്സ് ചെയ്യുക, എന്നിട്ട് അതിനെ ആഡ് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ടൈം എടുത്ത് അത് ചെയ്തോളൂ, ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അപ്പം ഇതിൽ ഫസ്റ്റ് പാരൻ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഡാർക്ക് ഗ്രേ റാബിറ്റും അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സിയും ലോവർ കേസ് സി സി എച്ചും ആണ്. സെക്കൻഡ് പാരൻ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രേ റാബിറ്റ് ആണ്, അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ലോവർ കേസ് സി സി എച്ചും ലോവർ കേസ് സി എച്ചും ആണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അതേ ബേസിസിലാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു സ്ക്വയർ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലൊന്ന് കമ്പൈൻ ചെയ്തേ ആഡ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനാണ് പ്യൂണറ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ ബേസിസിൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിനാണ് പ്യൂണറ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കംപ്ലീറ്റ് ചെയ്ത പ്യൂണറ്റ് സ്ക്വയർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ജീനോടൈപ്പിക് റേഷ്യോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുന്നത് 1:1:1 ആണ്. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നോക്കിയാൽ 1:1:1:1 റേഷ്യോ. കാരണം ഇതിലെല്ലാ കേസിലും ക്യാപിറ്റൽ സിയും അതുപോലെ 1 ലോവർ കേസ് സി സി എച്ചും ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 ക്യാപിറ്റൽ സി ആൻഡ് 1 ലോവർ കേസ് സി എച്ച് റാബിറ്റ് ഉണ്ട്, 1 ലോവർ കേസ് സി സി എച്ച് ലോവർ കേസ് സി സി എച്ച് റാബിറ്റ്, അതുപോലെ തന്നെ 1 ലോവർ കേസ്
CCH ആൻഡ് 1 ലോവർ കേസ് CH റാബിറ്റ്. അപ്പം ഈ ജീനോടൈപ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഈ പുനെറ്റ് സ്ക്വയർ പറയുന്നത് വേറൊരു കാര്യം, ഫീനോടൈപ്പിക് റേഷ്യോയും പറയുന്നുണ്ട്, അത് 2:1:1 ആണ്. കാരണം ടോട്ടലി വരുമ്പോൾ 2 ഡാർക്ക് ഗ്രേ റാബിറ്റ്സ് ഉണ്ട്. കാരണം 2 ജീനോടൈപ്സിനും ക്യാപിറ്റൽ C അലീൽസും ബാക്കിയിൽ ഒരു ചിഞ്ചില്ല റാബിറ്റും അതുപോലെ 1 ലൈറ്റ് ഗ്രേ റാബിറ്റും ഉണ്ട്. ചിഞ്ചില്ല റാബിറ്റ് വരാൻ കാരണം അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ലോവർ കേസ് CCH ആൻഡ് ലോവർ കേസ് CCH ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെ ഈ ഒരു ലോവർ കേസ് CCH ആൻഡ് CCH വന്നാലേ അതൊരു ചിഞ്ചില്ല റാബിറ്റ് ആവത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്, അല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഒരു ലൈറ്റ് ഗ്രേ റാബിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു ജീനോടൈപ്പിക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലോവർ കേസ് CCH ആൻഡ് ലോവർ കേസ് CCH. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് മൾട്ടിപ്പിൾ അലീൽസ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നത്.